ഹായ്. ഇന്ന് നമ്മൾ രണ്ടാളും നമ്മളെ ഷോപ്പിലുള്ള സാധാരണ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴല്ലേ വീട്ടിൽ നിന്നാണ് ഉണ്ടാവില്ല കൂടുതൽ, ഇല്ലെങ്കിൽ പുറത്തുനിന്നാണ് ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഷോപ്പിൽ നിന്ന് ഒരു വീഡിയോ എടുക്കണം തോന്നി. അപ്പോൾ നമ്മൾ ഷോപ്പ് നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ടതാണല്ല, പരിചയപ്പെട്ടാന്നല്ല അല്ലേ മമ്മി? അപ്പോൾ ഇന്ന് നമ്മളെ ഷോപ്പിൽ ചെറിയൊരു സംഭവമൊക്കെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഷോപ്പിലൊരു സെൽഫി പോയിന്റ്, ജീസൺസ് സെൽഫി പോയിന്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സെൽഫി പോയിന്റ് ഉണ്ടാക്കിയതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് വന്നിട്ട് സെൽഫി എടുക്കാം. സെൽഫി എടുത്തിട്ട് അത് സ്റ്റാറ്റസ് ആക്കി വെക്കുക. ബാക്കി കാര്യം മമ്മി പറയും. കൂടുതൽ പേര് ആ സ്റ്റാറ്റസ് കണ്ടവര് സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരാം. അപ്പോൾ സ്പെഷ്യൽ ഗിഫ്റ്റ് സമ്മാനം കിട്ടുന്നതായിരിക്കും. മനസ്സിലായല്ലോ? എന്തായാലും ഷോപ്പിൽ വന്നാൽ നിങ്ങൾ ഇവിടുന്ന് ഒരു സെൽഫി എടുക്കുക, അത് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഏതാണോ സ്റ്റാറ്റസ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ നമ്പറിലേക്ക് അയച്ചു തരിക. എൻ്റെ നമ്പർ അറിയാലോ, 9895652452 അയച്ചു തരിക. പിന്നെ നമ്മൾ വേറൊരു സംഗതി, നമ്മൾ ഗിവ് എവേ നമ്മളത് സ്റ്റാർട്ടാക്കിയിട്ടില്ല. ഗിവ് എവേയിൽ ഒരു ഡയമണ്ട് റിങ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ടാക്കിയില്ല, ഇന്നോ നാളെയായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അനൗൺസ് ചെയ്യും. അപ്പോൾ അതിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. ഏതായാലും ഇപ്പം ജീസൺസിൽ വരുന്നവരെന്തായാലും നമ്മളെ സെൽഫി പോയിന്റിൽ വന്നിട്ട് സെൽഫി എടുക്കുക. അപ്പം ഇനി സെൽഫി പോയിന്റ് കാണണ്ടേ? അപ്പോൾ കാണിച്ചു തരാമല്ലോ. ഇതാണ് നമ്മളെ സെൽഫി പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇതുപോലെ ദേ കിടക്കുന്ന ഒരു സെൽഫി എടുക്കുക, എന്നിട്ട് നിങ്ങളത് സ്റ്റാറ്റസ് ആക്കി വെക്കുക. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ജീസൺസിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇനി കാണാത്തവരെങ്കിലും ഇവിടുന്ന് അതിൻ്റെ കാര്യം പറഞ്ഞു തരും. അപ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇന്ന് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളെ സെൽഫി പോയിന്റിൻ്റെ കാര്യം ഇന്ന് പറയാനായിട്ടാണ് രാവിലെ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് ആയി വരുന്നുണ്ട്. പിന്നെ മമ്മീനെ ഇപ്പം കിട്ടുക, മമ്മി കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകും. പിന്നെ മമ്മീനെ നാളെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പം തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേ. പിന്നെ നമ്മുടെ സ്റ്റാഫിനൊക്കെ സ്ഥിരം നമ്മളെ വീഡിയോയിലും നമ്മളെ ഷോർട്സിലൊക്കെ കാണുന്നതാണല്ല. അപ്പോൾ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരായിട്ടുണ്ട്. പിന്നെ ഇന്ന് മോളുണ്ട് ഇവിടെ. മോള് സ്കൂളിൽ പോയിട്ടില്ല. ഇന്നെന്താ സ്കൂളിൽ പോവാനി? എന്താ സ്കൂളിൽ പോവാനി? നാളെ സൺഡേ ആയതുകൊണ്ട് അത് ഇന്ന് ലീവാക്കിയ അങ്ങനെ. അതൊന്നും അങ്ങനെ അതെയാ? ശരി. അപ്പൊ ശരി. പിന്നെ അച്ഛനിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിനെ. അമ്മേ പറയട്ടെ ഹാപ്പി. അച്ചു ഇന്ന് രാവിലെ എണീച്ചിട്ട് അല്ലേ, ഓണാണ് നമുക്ക് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എന്നാ ചെയ്തേ? രാവിലെ എണീച്ച് പൂവിട്ട്, മമ്മിയും മോളും കൂടി പൂവിട്ട്. ഏട്ടനെ വെച്ച് നേരത്തെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് പൂടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അച്ചുമോളാണ് പൂവിട്ടെ. അല്ല അച്ചു? എന്തിന് ഏട്ടനെ കുട്ടായിട്ട് മമ്മിയും കൂട്ടിയിട്ടല്ലേ, മോള് മാത്രല്ല. മമ്മി നമ്മളെ ഷോപ്പിൽ നമ്മുടെ ഇടയ്ക്കിടയ്ക്കേ വരുത്തുള്ളൂ. അപ്പോൾ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അറിയില്ല. നമ്മൾ ഈ സെൽഫി പോയിന്റ് തന്നെ ഇന്നലെ വന്നവരെ കണ്ടേന്നല്ലേ? ഇന്ന് രാവിലെയാണ് മമ്മി കാണുന്നത്. അപ്പോൾ മമ്മി വീട്ടിൽ മക്കളെ കൊണ്ട് തിരക്കിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല. മമ്മിക്ക് ഈ സമ്മാനം എന്താണെന്ന് മനസ്സിലായ? സൂചിയറിൻ്റെ സമ്മാനം. നമ്മളെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം, നമ്മളെ സൂചിയറിപ്പോൾ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം സെൽഫി പോയിന്റ് വന്നുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇവിടെ സൂചിയറ് ആയതുകൊണ്ട് പറഞ്ഞല്ല, ചില ആൾ സൂചി എറിഞ്ഞിട്ട് നമ്മളെ സെൽഫി പോയിന്റ് എറിഞ്ഞ് തകർക്കുക എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഒരു ധൈര്യത്തിലൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരും ഇനി എറിഞ്ഞ് നമ്മളെ സെൽഫി പോയിന്റ് തകർക്കൂലെന്ന് വിചാരിക്കുന്നല്ലേ മമ്മി? മുമ്പ് നമ്മളെ മോളെ ഇവിടെ ഒരു TV ഉണ്ടായിരുന്നു, LED ഒരു TV. മോള് ഈ സമ്മാനം കണ്ടിട്ട് ഓക്കും കിട്ടുന്ന വിചാരിച്ചിട്ട് ഏറാണ് പയ്യ അല്ലെ മമ്മി? അവസാനം TVന്റെ സ്ക്രീനിൽ ഒരു മൂല കൊണ്ട് ആ TV അങ്ങ് പോയി കിട്ടി. അതിന്റെ ഡിസ്പ്ലേ അന്നേരം തന്നെ പോയിനി. അങ്ങനെ TV തകർത്ത പുള്ളിയാന്ന് ഇതേ. നമുക്ക് ചോദിക്കാം, അപ്പോൾ ആരാ TV സൂചന തകർത്ത്? ഞാനാ? ഇതെല്ലാം ശരിയാണോ? ഒരു മിനിറ്റ് ഉത്തരം പറയപ്പ. എന്തിനാ തകർത്തേ? എന്താ പപ്പക്ക് TV വാങ്ങി തന്നാല്? അതെന്തേ? പിന്നെ ആരാ വാങ്ങാ? മോളിൽ എറിഞ്ഞ് പൊളിച്ചേ? എന്താ വേഗം വാങ്ങി തന്നോ?
അത് എൻ്റെ സൂചിന്റെ പൊളിച്ചതും പോരാ, അതിന് ശേഷം എറിഞ്ഞിട്ട് ഓളേറിയുടെ നടുക്ക് കൊള്ളുകയും ചെയ്തേ. കൊണ്ടിട്ട് പറയാം എനിക്ക് സമ്മാനം വേണം. അപ്പോൾ ഇവിടെ ഉള്ളതല്ലോ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സമ്മാനം നേടിയുള്ളേ. അപ്പോൾ ഓളോ എനക്കാവുന്ന പറഞ്ഞാൽ എന്നിട്ട് വയ്യ നമ്മളെ അല്ലേ മമ്മി? എന്തോ ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളല്ലേ മമ്മി? എന്നെ പറഞ്ഞ പറയാനുള്ളത് ഇതെല്ലാം അറിയില്ല. ഇത് മമ്മിക്ക് ഫസ്റ്റ് ഇത് അറിയില്ലായിരുന്നു. വന്നോടെ ചിതന്നാ പിടിയുള്ള കള്ളാസ് ഒട്ടിച്ചിട്ട് അത് നമ്മൾ വീഡിയോയിലാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ എന്തോ ഒട്ടിച്ചോ ഗ്ലാസിൻ്റെ ഉള്ളു. എന്നിട്ട് ആ ഗ്ലാസ് ഒന്നും ഇങ്ങനെ വൃത്തികേടാക്കുന്നല്ല അവള് ചോദിച്ചത്. അപ്പോൾ ഇതൊന്നല്ല നമ്മളെ ഷോപ്പിൽ വരുന്നവരുടെ അഭിപ്രായങ്ങളാണ്. അതിൽ നല്ല അഭിപ്രായങ്ങളാണ് കൂടുതലുള്ള, മോശം അഭിപ്രായം വന്നിട്ടില്ല. പിന്നെ ഞാൻ ഒന്ന് വായിക്കേ, ഞാൻ ഇത് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടോ. കമ്പിൽ ഏറ്റവും നല്ല ജ്വല്ലറി അറിയപ്പെടുന്ന ജീസൺസ് ആണ്. നല്ല സ്വീകരണമാണ് ഇവിടെ, നല്ല കളക്ഷൻ ഉണ്ട്. വെൽക്കം ചെയ്യുന്ന രീതി വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നല്ല സർവീസ്, വെരി ഗുഡ് എക്സ്പീരിയൻസ്. സജിന സനൂപ്. ജീസസ് ജ്വല്ലറി നല്ല ജ്വല്ലറിയാണ്. നമ്മൾ സ്ഥിരം കസ്റ്റമറാണ്. നമ്മളെടുത്ത സ്വർണം ഇതുവരെ മോശമായിട്ടില്ല. നല്ല അഭിപ്രായമാണ്. ഇത് നല്ലൊരു അഭിപ്രായമാണ്. ജീസൺസിൻ്റെ ക്യാപ്ഷൻ പോലെ തന്നെ വന്നവർ വീണ്ടും വരും, വരാത്തവർ ഞങ്ങളെ തേടി വരും. ഇതാണ് എനിക്ക് ഇവിടെ അനുഭവപ്പെട്ടത്. നല്ല രീതിയിലുള്ള പെരുമാറ്റം, നന്നേ ഇഷ്ടപ്പെട്ടു. സരസ്വതി സ്ഥലം എഴുതിയിട്ടില്ല. ഇത് 12/8 വന്ന ഒരു സരസ്വതി ചെയ്തിയാണ്. വളരെ നല്ല അഭിപ്രായം. അതുപോലെ എല്ലാം നല്ല നല്ല അഭിപ്രായങ്ങളെ എഴുതിയിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞിട്ട് എഴുതുന്നതല്ല, അവരുടെ മനസ്സിൽ തോന്നിയിട്ട് എഴുതുന്നതാണ്. ഇത് നല്ലൊരു ഹാൻഡ് റൈറ്റിങ്. അപ്പോൾ ഇതൊന്ന് വായിക്കാം നമുക്ക്. മമ്മി ഒന്ന് വായിച്ചേ. Excellent customer service and good behavior in sales and good collections. Reasonable making charge. സംഗീത MG. നല്ലൊരു അഭിപ്രായം. ഇംഗ്ലീഷ് ആയതുകൊണ്ട് മമ്മീനെ കൊണ്ട് വായിപ്പിച്ചേട്ടാ. ഞാൻ വായിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടില്ല. പിന്നെ ഇത് ഒരു നല്ല അഭിപ്രായമാണ്. ഇവിടുത്തെ സ്റ്റാഫെല്ലാം നല്ല പെരുമാറ്റമാണ്. എന്താണോ നമുക്ക് വേണ്ടത് അത് വേഗം നമുക്ക് ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യാം. അത്രയും ആർക്കും ഇണങ്ങുന്ന വിധത്തിലുള്ള കളക്ഷനാണ് ഇവിടെ ഉള്ളത്. ഇത് 27 വന്നൊരു കസ്റ്റമർ ഏരിയയാണ്. നല്ല അഭിപ്രായം. ഇതൊരു നല്ല ജ്വല്ലറിയാണ്. ഇവിടുത്തെ ജോലിക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. പണിക്കൂലി പരമാവധി കുറയ്ക്കുന്നുണ്ട്. അഫ്സത്ത് PK. നല്ലൊരു അഭിപ്രായമാണ് അവർ എഴുതിയിട്ടുള്ള. പഴയ കസ്റ്റമർ എഴുതിയാണ്. ഞങ്ങളിവിടെ വരാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായി. ഇവിടുത്തെ സ്റ്റാഫും ബിജു ഏട്ടനും ഞങ്ങൾ നല്ല രീതിയിലാണ് സർവീസ് നടത്തുന്നത്. ഇവിടുത്തെ ജ്വല്ലറിയിൽ ഞങ്ങൾക്ക് മറ്റുള്ളതിനേക്കാൾ ഉപകാരപ്രദമാണ്. സലീന K ആണ് എഴുതിയിട്ടുള്ളത്. ഇത് രജിത PV. വർഷങ്ങളായി വരുന്ന ഷോപ്പ്, നല്ല സ്റ്റാഫ്, നല്ല സെലക്ഷൻ. 8/7 വന്ന ആള് കേട്ടാ. എഴുതിയത് മർജാന BP. വളരെ നല്ല അഭിപ്രായമാണ് ഈ സ്ഥാപനത്തോട്. കസ്റ്റമറുള്ള പെരുമാറ്റം ഇവിടുത്തെ സേവനം വീണ്ടും വീണ്ടും വരാൻ പ്രേരിപ്പിക്കുന്നു. ജുബൈരിയ ഇതാണ്. 8/8 വന്നേ. എല്ലാവരും അടിപൊളിയാ. സ്റ്റാഫുകളും ബോസും എല്ലാവരും സൂപ്പറാ. നല്ല സേവനം, അടിപൊളി കളക്ഷൻ, ചെറിയ വെയിറ്റിന് ഒക്കെ അടിപൊളി കളക്ഷൻ ഉണ്ട്. കസ്റ്റമറോട് നല്ല പെരുമാറ്റം. ജുബൈരിയ ഇതാണ്. 4/7 ഇതാണ്. കസ്റ്റമറോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഇവരെ കണ്ട് പഠിക്കണം. താങ്ക് യു സോ മച്ച് എന്നാണ് എഴുതിയിട്ടുള്ളത്. അത്രത്തോളം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എല്ലാ ഷോപ്പിലും ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. എന്നാലും നമ്മളെ കൊണ്ടാകും വിധം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എല്ലാം പോസിറ്റീവ് കമൻറ്റ് മാത്രമൊന്നുമല്ല, നെഗറ്റീവ് കമൻറ്റ് ഉണ്ടായിരുന്നു. സത്യസന്ധമായിട്ട് പറയാമല്ല, നമ്മളൊരു പുതിയ സെയിൽസ്മാൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു കസ്റ്റമർക്ക് ഒരുപാട് ലേറ്റായി എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു. അവരെഴുതിയ കമൻറ്റ് ഇങ്ങനെയാണ്: സമയം വിലപ്പെട്ടതാണ്, അതിന് വില കൊടുക്കണമെന്നാണ് അവർ കമൻറ്റിൽ എഴുതിയത് കേട്ടോ. അതിവിടെ ഒട്ടിച്ചിട്ടുണ്ട് വീഡിയോ, ഞാനത് പരിധി കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ടായത് ഞാൻ നിങ്ങളെ അറിയിക്കുമെന്നേ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചത് നമ്മളെ ഷോപ്പിൽ വന്നവർക്ക് നമ്മളെ പറ്റി അറിയാം. നമ്മളെ ഷോപ്പിൽ വരാത്തവർ ഉണ്ടെങ്കിൽ നമ്മളെ ഷോപ്പിനെ പറ്റിയുള്ള ഏതാണ്ട് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത് വായിച്ചിട്ടുള്ളത്. എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇനി അത് സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങളെ സംശയം നമ്മൾ ക്ലിയർ ആക്കുന്നതാണ്. പിന്നെ വേറെന്താ പറയാനുള്ളത്, നമ്മുടെ ഷോപ്പ് ഇതുപോലെ തന്നെ സാധാ ഷോപ്പ് പോലെ തന്നെയാണ് നമ്മളെ ഷോപ്പ്. പിന്നെ നമ്മളെ സ്റ്റാഫും എല്ലാവരും അതുപോലെ തന്നെ. പക്ഷേ നമ്മളെ ഭാഗം എപ്പോഴും ക്ലിയർ ആക്കലുണ്ട്. വരുന്ന കസ്റ്റമേഴ്സിനെ മാക്സിമം ശ്രദ്ധിക്കാനും അവർക്കൊരു പരാതി ഇല്ലാത്ത രീതിയിൽ അവരെ
നല്ല രീതിയിൽ സെർവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് നല്ല ഇതുപോലത്തെ അഭിപ്രായം എഴുതി വെച്ചതിലും വളരെയധികം നന്ദി. ഇത് നമ്മളെ സേവനത്തിനുള്ള നമ്മുടെ ഇതുവരെയുള്ള നമ്മളെ നമ്മളെ ബിസിനസ്സുള്ള വലിയൊരു അംഗീകാരമായിട്ടാണ് ഈ എഴുത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും എല്ലാവരും വരിക, ഇതുപോലെ നല്ല അഭിപ്രായങ്ങൾ എഴുതുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതുവരെ നമ്മളെ ഷോപ്പിൽ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് വരിക. സ്വർണ്ണമാണെന്നില്ല, വന്നിട്ട് ഒന്ന് പരിചയപ്പെടാമല്ലോ. പിന്നെ ഷോപ്പൊന്ന് കാണാം, അത്യാവശ്യം ഡിസൈൻസൊക്കെ കാണാം. ഇവിടെ ലൈറ്റ് വെയ്റ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കമ്മൽ ലൈറ്റ് വെയ്റ്റ് ഉണ്ട്, റിങ് 18 ക്യാരറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ലൈറ്റ് വെയ്റ്റ് ഡയമണ്ടിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, വലിയ ജ്വല്ലറി അല്ല, ചെറിയ ജ്വല്ലറി ആണെങ്കിലും ലൈറ്റ് വെയ്റ്റ് സാധനങ്ങൾക്ക് മാക്സിമം അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ സെലക്ഷൻസ് ഇവിടെ ഉണ്ടാകും. അക്കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ ഷോപ്പിൽ, അതായത് നമ്മൾ ഒരുപാട് റീൽസ് ഷോപ്പിൽ നിന്ന് ചെയ്യലുണ്ട്. അപ്പോൾ ഇതുപോലെ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ കസ്റ്റമറായിട്ട്, നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു അവസരം എന്നുള്ള രീതിയിൽ നമ്മൾ റീൽസിൽ ഉൾപ്പെടുത്താൻ ഒരു തീരുമാനമുണ്ട്. അതായത് നിങ്ങൾക്ക് നമ്മൾ റീൽസിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ആ ഡേറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റോറിയൊക്കെ ആക്കിയിട്ട് ഒരു റീൽസ് ആക്കാൻ പറ്റും. അപ്പോൾ കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഒരു ഡേറ്റ് തന്നാൽ നിങ്ങൾ വന്നിട്ട് പിന്നെ റീൽസിൻ്റെ അഭിനയിക്കുമ്പോൾ നമ്മളെ ജ്വല്ലറി എന്നുള്ള ഒരു അഭിനയമാവും. പിന്നെ ഒരു റീൽസിലേക്ക് പങ്കെടുക്കാൻ നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ എന്താ പറയുക, കഴിവുള്ള ആൾക്കാരാണെങ്കിൽ എങ്ങനെയെങ്കിലും ഫേമസ് ആവട്ടെ എന്ന് വിചാരിക്കുന്നത്. അതുള്ളൊരു അവസരം കൂടിയാണ് നമ്മൾ തരുന്നത്. അപ്പോൾ ആരെങ്കിലും താല്പര്യമുള്ളതുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് വാട്സാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കോൾ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്. ഓരിങ്ങനെ വന്നപ്പോൾ ഇക്കാര്യം അറിഞ്ഞു വന്നതാണ്. വന്നപ്പോൾ പറഞ്ഞ് ഞാൻ ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ ആ റീൽസിലേക്ക് പോകണം. അതിന് മുമ്പ് ഞാൻ ആളെന്ന് കാണിക്കുക. പേര് ശ്രീജിഷ എന്ന പേര്. അപ്പോൾ ശ്രീജിഷ പറഞ്ഞ് എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്. പണ്ട് നാടകത്തിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി അല്ല ഇന്ന് നമ്മൾ റീൽസായിട്ട് കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ വൈഫ് അപ്പുറം പോയിട്ട് ഇപ്പം വരുവേ. അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവമാണ് നമ്മളെ സൂചിയർ. മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ മറ്റെവിടെ പോയാലും നിങ്ങൾക്ക് നെറുക്കെടുപ്പിലൂടെയാണ് സമ്മാനം കിട്ടുമെങ്കിൽ നമ്മളെടുക്കുക അങ്ങനെയുള്ള സ്പോട്ടിലാണ് സമ്മാനം. എറിഞ്ഞു കൊള്ളിച്ച കയ്യോടെ നമ്മളെ ഡയമണ്ട് നെക്ലേസാണ് സമ്മാനം കിട്ടുക. ഇനി ഇതിലുള്ള ഏത് റെഡിൽ കൊള്ളിച്ചാലും ഇതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാ പറഞ്ഞ സ്പോട്ടിലാണ് സമ്മാനം. അപ്പോൾ ഇന്നത്തെ നമ്മളെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സെൽഫി പോയിന്റിനെ പറ്റി പറയാനാണ് വിളിച്ചത്. അപ്പോൾ എല്ലാവരും സെൽഫി എടുത്ത് സ്റ്റാറ്റസ് വെക്കുക, സമ്മാനം വീണ്ടും നേടുക. പിന്നെ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.